നമസ്കാരം. ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന എന്നെപ്പോലുള്ള ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിരിക്കും. ഇവരൊക്കെ ആയിരിക്കും വളരെ അമർഷത്തോടു കൂടി ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തി, ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് എന്നെ തിരിച്ചയച്ചു, എന്നെ കയറ്റിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായിട്ട് ഭയങ്കര അമർഷത്തോടു കൂടി ഇന്ത്യയെ പുച്ഛിക്കുന്ന രീതിയിൽ, നമ്മുടെ നാടിനെ പുച്ഛിക്കുന്ന രീതിയിൽ വളരെയധികം റീലുകളും വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാനും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി. ഞാനും ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് വാം വെൽക്കം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എടുക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ പലരും കാണാതെ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും കണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹീൻ ഇട്ടൊരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ മാഹീൻ ഇട്ട സ്റ്റോറി എന്ന് പറയുന്നത്, ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ. മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹീൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞാൻ വാട്സപ്പിൽ മെസ്സേജും അയച്ചിട്ടുണ്ട്. മാഹീൻ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാഹീൻ ഒരു റീലിട്ടു. ആ റീല് മാഹീൻ പറയുന്ന കാര്യം ശരിയാണ്, സത്യം പറഞ്ഞാൽ ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പാസ്പോർട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ധാരാളം നാണക്കേടുകൾ ഉണ്ടാവാറുണ്ട്, മാനക്കേടുകൾ ഉണ്ടാവാറുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. സത്യം മാത്രമാണ് മാഹീൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാഹീൻ്റെ ആ ഒരു സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായിപ്പോയി. മാഹീനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാൾ, യൂട്യൂബിലും ടി വിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹീൻ. സോ അങ്ങനെയുള്ള മാഹീൻ അത് പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അതവിടെ മാറി നിൽക്കട്ടെ. മാഹീൻ മാത്രമല്ല, ധാരാളം നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു കാര്യത്തെ പറ്റി വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടു. പുള്ളി ലാവോസിൽ പോയ സമയത്ത് പുള്ളിനെ അവിടെ കയറ്റിയില്ല, പുള്ളിനെ ഡീപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണം പുള്ളി പറയുന്നത്, പുള്ളിയുടെ എത്രയും പൈസ ഉണ്ടായിട്ടും അവരതൊന്നും കേട്ടില്ല, അവർ ഇൻസൾട്ട് ചെയ്തു, ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് നിന്നെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിട്ടു എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. വേറൊരാൾ പറയുന്ന കാര്യം, റഷ്യയിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഡീപ്പോർട്ട് ചെയ്ത കാര്യം വേറെ 1-2 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ജോർജിയ എന്ന രാജ്യത്തു നിന്നും കുറേ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്ത വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം ആളുകളെ തായ്ലൻഡിൽ നിന്ന് വരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു രാജ്യത്ത് എൻട്രി തരാതെ നമ്മളെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ദൈവം സഹായിച്ച് എന്നെ ഇതുവരെ ഒരു രാജ്യത്തും ഡീപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ അവിടെ പിടിച്ച് മാറ്റിയിരുത്തുകയും ദീർഘനേരം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ബിക്കോസ് നമ്മുടെ കൂടെ വരുന്ന ബാക്കിയുള്ള പല ആളുകളും, പല ട്രാവലേഴ്സും, നമ്മുടെ വിമാനത്തിൽ വരുന്ന ആൾക്കാരും ഒക്കെ വളരെ വേഗത്തിൽ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ബ്രൗൺ സ്കിൻ ആയതുകൊണ്ടും ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ടും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത്രയധികം ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. ഞാനും മാഹീനും ഈ പറഞ്ഞ ആൾക്കാർ, ഇവരെല്ലാവരും ഇത്രയധികം ട്രാവൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം എന്താ യാത്ര ചെയ്യുന്ന ആളല്ലേ എന്ന് പലരും പറഞ്ഞേക്കാം. അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം, നമുക്കറിയാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹത്തിനെ അറിയുള്ളൂ. ഇനി വേറൊരു കാര്യം, അദ്ദേഹം അത്യാവശ്യം ലുക്ക് വൈസ് ആണെങ്കിൽ പോലും പ്രായമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചിട്ട് ഒരിക്കലും ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ചാടാനോ ഒന്നും അദ്ദേഹത്തിൻ്റെ ലുക്ക് വൈസ് തോന്നാൻ സാധ്യതയില്ല ഒരിക്കലും ഒരു ഇമിഗ്രേഷൻ ഓഫീസർക്ക്. നേരെ മറിച്ച് ഞാനാണെങ്കിലോ അല്ലെങ്കിൽ മാഹീനാണെങ്കിലോ, മാഹീനൊക്കെ വളരെ ചെറുപ്പമാണ്, എന്നെ കണ്ടാൽ പിന്നെ പ്രായം തോന്നിക്കും. മാഹീനൊക്കെ വളരെ ചെറുപ്പമാണ്. മാഹീനൊക്കെ ഒരു രാജ്യത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ ഇവൻ എന്തിനാണ് ഇവിടെ വന്നത്, അനധികൃതമായിട്ട് ജോലിക്ക് വന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാധ്യതയാവാമെന്നാണെന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നമ്മളെയൊക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ചോദ്യം ചെയ്ത് ആ വ്യക്തി എന്തുദ്ദേശത്തിനാണ് അവിടെ വന്നത്,
ആ വ്യക്തി തിരിച്ചു പോകുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ആ വ്യക്തി നമ്മുടെ രാജ്യത്തിന് ത്രെട്ടാകുമോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ്. നേരായ മാർഗത്തിൽ വരുന്നവർ, തെറ്റായ മാർഗത്തിൽ വരുന്നവരല്ല, നേരായ മാർഗത്തിൽ വരുന്നവർ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ആ വന്ന ആള് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ത്രെട്ടായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ ജോലിയാണ് ബേസിക്കലി ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം, ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മളുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ഒരു 4 വർഷം അല്ലെ 5 വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം റെസ്പെക്റ്റ് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട്. അതേസമയം മോശം അനുഭവം ഉണ്ടാവാറുണ്ട്. പല സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്റ്റ് കിട്ടാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത്, ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. റഷ്യ പോയ സമയത്ത് ഫസ്റ്റ് ടൈം ഞാൻ പോകുമ്പോഴത്തേക്കിനും ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നെ, എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി കുടഞ്ഞു. ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചാണ്. കുടഞ്ഞിട്ടാണ്. അത്രയും ട്രാവൽ ഹിസ്റ്ററി ഉണ്ടായിട്ട് പോലെ. ആ സമയത്ത് എൻ്റെ പാസ്പോർട്ടിൽ UK വിസ ഉണ്ട്, ഷെങ്കൻ വിസ ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി ഒരു 1 മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് എന്നെ പുറത്തേക്ക് വിട്ടത്. രണ്ടാമത്തെ തവണ ഞാൻ പോയപ്പോഴും സിമിലർ അനുഭവമായിരുന്നു ഉണ്ടായത്. പക്ഷേ മൂന്നാമത്തെ തവണ ഞാൻ പോയപ്പോഴത്തേക്കിനും ഇന്ത്യ റഷ്യ തമ്മിൽ പണ്ട് പോലെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് യു ഫ്രം ഇന്ത്യ, ഓക്കെ വി ആർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത്. അങ്ങനെ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഭയങ്കര ബായി ബന്ധം നിലനിൽക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതിൻ്റെ മെയിൻ റീസൺ, യൂറോപ്പിലേക്കും മറ്റും അനധികൃതമായിട്ട് കുടിയേറി പാർക്കുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യക്കാർ ധാരാളമായിട്ട് റഷ്യയിലേക്ക് പോവുകയും ജോർജിയയിലേക്ക് പോവുകയും അർമേനിയയിലേക്ക് പോവുകയും അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്നും നേരായ മാർഗത്തിലല്ലാതെ തെറ്റായ രീതിയിൽ യൂറോപ്പിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഒക്കെ ചാടിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. 2, ടൂറിസ്റ്റ് വിസ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകും. അതായത് ഈ ഏജൻസികളും മറ്റുമൊക്കെ പറ്റിച്ചിട്ട്, അതായത് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടായിരിക്കും ചിലപ്പം 2000-3000 രൂപ വിലയുള്ള ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത്. ടൂറിസ്റ്റ് വിസ എടുത്ത് കൊടുത്തിട്ട് ജോലിക്കാണെന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോയി പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ പോയി അവരെ അവിടെ ഇട്ട് വലിപ്പിച്ച്, ഇല്ലെങ്കിൽ അവരെ അവിടെ അനധികൃതമായിട്ട് ജോലി ചെയ്യിപ്പിച്ച്, അങ്ങനെ പല രാജ്യങ്ങളിൽ ഇവരെയൊക്കെ ജോലി ചെയ്യിപ്പിച്ച് വലിപ്പിച്ച് അവരവിടെ ഒരു ബാധ്യതയായി മാറുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ മറ്റു നാട്ടിൽ പോയിട്ട് അവരുടെ ആ ഒരു അവസ്ഥയെ, അവരുടെ ആ ഒരു ജീവിത രീതിയെ മാറ്റുന്ന രീതിയിൽ നമ്മൾ അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, നമ്മുടെ ലാക്ക് ഓഫ് സിവിക് സെൻസ്, നമ്മളുടെ ഒത്തിരി പ്രശ്നങ്ങൾ, ഇതൊക്കെ പല രാജ്യക്കാരും നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല വാർത്തകളും, നമ്മുടെ മീഡിയ ഭയങ്കര പോപ്പുലറാണല്ലോ. എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും പെരുപ്പിച്ച് കാണിച്ച് വലിയ സംഭവമാക്കി കാണിക്കുന്ന മീഡിയാസ് ആണല്ലോ നമ്മുടെ പത്രക്കാരും TV കാരും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ലോകം കാണുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യക്കാർക്കിടയിൽ പൊതുവെ നല്ല ചീത്തപ്പേര് പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആ ചീത്തപ്പേരുള്ള സമയത്ത് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനകത്ത് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ തിങ്സ് ആർ ചേഞ്ചിങ്. എനിക്ക് ഈ വളരെ അടുത്ത ഒരു ദിവസം, ഞാനിപ്പോൾ ഈ കരീബിയൻ യാത്രയിൽ പോലും എനിക്കത് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമുക്ക് US വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പല സ്ഥലത്ത് പോകുമ്പോഴും US വിസ ട്രാവൽ ഹിസ്റ്ററി ഒന്നും ഡസൻറ്റ് മാറ്റർ. അവർ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കും. എന്നോട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്തൊക്കെ ചോദിച്ചു, ഒരു 10 മിനിറ്റോളം എന്നോട് ചോദിച്ചു. എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ്, എൻ്റെ ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് ചോദിച്ചു, പിന്നെ എൻ്റെ കയ്യിലുള്ള ഫണ്ട് ചോദിച്ചു, എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കി, എൻ്റെ ക്രെഡിറ്റ് കാർഡ് നോക്കി, അതിൻ്റെ ബാലൻസ് നോക്കി, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയെന്നറിയാം. നമ്മുടെ വാട്സപ്പ് ഹിസ്റ്ററികൾ, നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി, നമ്മുടെ ഗാലറി, നമ്മുടെ ഫോൺ ഹിസ്റ്ററി, ഫോൺ വരെ വാങ്ങിച്ച് പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ അടപടലം പരിശോധിക്കും. എന്തിന് ബോഡി ഫ്രിസ്കിംഗ് വരെ ചെയ്ത് നിങ്ങളുടെ ബാഗ് പരിശോധിക്കാം, നിങ്ങളുടെ ശരീരം പരിശോധിക്കാം. എന്ത് റൈറ്റ്സും നമ്മളൊരു രാജ്യത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും അവിടുത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതേപോലെ തന്നെ ഈ വിസ എന്ന് പറയുന്നത്, നമ്മളൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ തരിക, അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്കുള്ള എൻട്രി തരിക എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ റൈറ്റ്സ് അല്ല, അത് അവരുടെ ഔദാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അമേരിക്ക എനിക്ക് വിസ തരണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രാൻസ് എനിക്ക് വിസ തരണോ എന്നുള്ളത് ഫ്രാൻസാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ റൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് അവർ തരുന്ന ഒരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതങ്ങനെയാണ് എപ്പോഴും. ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യ ആർക്കൊക്കെ വിസ കൊടുക്കണം എന്നുള്ളത്, അല്ലേ? അങ്ങനെയാണ് ഈ രാജ്യങ്ങളുടെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീബിയൻ രാജ്യത്ത് വന്ന സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, അതേപോലെ പല രാജ്യങ്ങളുണ്ട് ഇവിടെ, സെയിൻറ്റ് ലൂഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പാസ്പോർട്ട് കിട്ടും. വളരെ പവർഫുൾ പാസ്പോർട്ടാണ്. 140ഓളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും. പല സ്ഥലത്തേക്കും വിസ ഇല്ലാതെ പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല ബെനിഫിറ്റുകളും ഉണ്ട്. ഇഫ് യു ഹാവ് മണി, പ്ലീസ് ബൈ എ പാസ്പോർട്ട് ഫ്രം ഹിയർ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ എന്നെ ഒരു സ്ഥലത്ത് കയറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും
അത് നമ്മുടെ രാജ്യത്തിൻ്റെ കുറ്റമായി കാണാതെ, രാജ്യത്തിൻ്റെ കുറ്റമായി പറയാതെ, രാജ്യത്തെ മാനം കെടുത്താതെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് മുമ്പ് യാത്ര ചെയ്ത ആൾക്കാരെ വേണം പറയാനായിട്ട്. എനിക്ക് എത്ര പറയാനുള്ളൂ. അതായത് ഒരിക്കലും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കൊള്ളൂല, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കൊള്ളൂല എന്നുള്ളത് ഇപ്പം എന്നെ എല്ലാവരും ചിലപ്പോൾ സംഖ്യയാക്കിയേക്കാം. കമോൺ മാൻ, ഐ ഡോണ്ട് കെയർ. സോ അങ്ങനെ പറയുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ നാടിനെ കുറ്റം പറയുകയല്ലേ. നമ്മുടെ നാടിനെ കുറ്റം പറയുമ്പോൾ കുറ്റം പറയണം, പക്ഷെ നമ്മുടെ നാട്ടിലെ മോശം പറയാം. അങ്ങനെ പറയാതെ നമ്മുടെ പൂർവികരായിട്ടുള്ള യാത്രികർ, നമുക്ക് മുന്നേ യാത്ര ചെയ്ത ആൾക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിനും അവർ കാണിച്ച പ്രശ്നത്തിനും ഒക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത. എനിക്ക് ഇത്രയൊക്കെ പറയണം തോന്നി. കാരണം സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോസും മറ്റുമൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാനുണ്ടായി. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. ഒരു രാജ്യത്തുനിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എൻട്രി കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ എന്താ പറയുക, നമുക്ക് ഒരു യാത്രികനെ സംബന്ധിച്ച് വളരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെയൊന്നും എനിക്കും ഇനി സംഭവിക്കാണ്ടിരിക്കട്ടെ. എനിക്ക് സംഭവിച്ചാൽ നാളെ ഞാനും പറയും എനിക്ക് സംഭവിച്ചു, എന്നെ കയറ്റിയില്ല എന്ന് ഞാൻ പറയും. അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. എന്തായാലും എനിക്കതൊക്കെ ഒന്ന് പറയണം തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പലരും പലതരത്തിലുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടാവാം. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചും അല്ലാതെ പാസ്പോർട്ട് മാറ്റിയും മറ്റു പല രീതിയിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ യാത്രാനുഭവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത്.